بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് അവൻ്റെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ച എല്ലാ മഅ്മൂറാത്തുകൾ ജീവിതത്തിൽ പകർത്താനും മൻഹിയാത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അവൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഓതാൻ പോകുന്ന വിഷയം തഫ്സീറാണ്. ഖുർആനിനെ ധാരാളം മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ധാരാളം തഫ്സീറുകളും പരിശുദ്ധമായ ഖുർആനിനുണ്ട്. ഖുർആനിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അപ്പം അതിനു വേണ്ടിയാണ് തഫ്സീർ എന്നീ വിഷയങ്ങളൊക്കെ നാം പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന് വളരെയധികം മഹത്വം നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ആ പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ച് പറയേണ്ടത് തന്നെ ഖുർആൻ കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്നാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കാരണത്താൽ ധാരാളം മഹാന്മാർ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, വലിയ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ ഒരാളാണ്. ആ ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ മുഅ്തസിലത്തിൻ്റെ സ്വാധീനം കൊണ്ട് അക്കാലഘട്ടത്തിൽ ഒരു രാജാവ് ഒരു പുതിയ വാദവുമായി മുന്നോട്ട് വന്നു. എന്താണ് ആ വാദം? ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറയണം. അപ്പോൾ ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പ്രതികരിച്ചു, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് പറയാൻ പാടില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ ആ വാദം അത് തെറ്റാണ്. ഖുർആൻ കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു പറഞ്ഞു ആര്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അത് കാരണത്താൽ ധാരാളം മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനിക്ക്. അങ്ങനെ ആ പീഡനങ്ങളൊക്കെ അനുഭവിച്ചപ്പോഴും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തൻ്റെ ആ വാദത്തിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിൽ ഉറച്ചു നിന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ 25ഓളം ചാട്ടവാറടി തൻ്റെ സ്വശരീരത്തിൽ വന്നു ചേർന്നപ്പോഴും ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അനങ്ങിയില്ല. അങ്ങനെ തൻ്റെ അരയുടുപ്പിങ്ങനെ അഴിഞ്ഞ് ആടാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹ് എൻ്റെ ഔറത്ത് നീ പ്രദർശിപ്പിക്കല്ലേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്തപ്പോൾ ആരോ ഇന്ന് വലിച്ചു മുറുക്കിയതുപോലെ അവിടുത്തെ അരയുടുപ്പങ്ങ് മുറുകിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് ഉറക്കെ പ്രഖ്യാപിച്ച മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കുപ്പായം കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബറക്കത്തെടുത്തു എന്ന. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറയുന്ന സമയത്ത് ധരിച്ച ആ വസ്ത്രം, ആ വസ്ത്രത്തിന് പോലും മഹത്വമുണ്ട്. ആ വസ്ത്രം കൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബറക്കത്തെടുത്തു. അപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്.
അപ്പോൾ ഖുർആനിന് മൊത്തത്തിൽ മഹത്വമുണ്ട്. അതിൽ ഓരോ സൂറത്തുകൾക്കും മഹത്വമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുകളുണ്ട്. സൂറത്തു ഷിഫാ എന്ന് പേരുണ്ട്. എല്ലാ രോഗത്തിൽ നിന്നും ഷിഫ ആണ് സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ. ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ ഉമ്മ എന്ന് പറയണമെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗത്തിനാണ് ഉമ്മ എന്ന് പ്രയോഗിക്കുക. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ച് ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി ഫാത്തിഹയ്ക്ക് വളരെയധികം മഹത്വമുണ്ട്. അപ്പോൾ ധാരാളം പേരുകൾ ഉണ്ടാകൽ തന്നെ നല്ല മഹത്വമുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതെന്താ? വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, നാം തങ്ങൾക്ക് സബ്അൻ മിനൽ മസാനി നൽകിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്കെത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ നിബിതങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ മന്ത്രിച്ചത് ഒരാളാണെങ്കിലും ഒരു ഫാത്തിഹയാണ് ഓതിയത്. അങ്ങനെ 30 ആടുകളെയാണ് ഞങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചത് എന്ന് സ്വഹാബത്ത് പറയുകയാണ്. അപ്പം ഈ ഒരു ഫാത്തിഹ സൂറത്തിൻ്റെ മൂല്യം എത്ര വലുതാണ്. അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ അതിന് ഇജാബത്തുണ്ട്, ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മുമ്പുള്ള ഒരു നബിമാർക്കും കൊടുക്കാത്ത 2 പ്രഭകൾ നാം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. അതിൽ ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ടാമത്തേത് ആഖിറു സൂറത്തുൽ ബഖറ, ബഖറയുടെ സൂറത്തിൻ്റെ അവസാനം ആമന റസൂലു. ഇത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകിയ പ്രഭകളിൽ 2 പ്രഭകളാണ്. അപ്പോൾ ഇത് ഓതി ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ആ 2 പ്രഭകളിൽ ഒന്നാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അപ്പം അങ്ങനെയും സൂറത്തുൽ ഫാത്തിഹക്ക് മഹത്വമുണ്ട്. ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹൻ്റെ അർത്ഥം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. എങ്ങനത്തെ അള്ളാഹുവാണ്? അർ-റഹ്മാനി, ഈ ലോകത്ത് വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട്. അർ-റഹീം, ഈ ലോകത്ത് വൈപ്പെട്ടവർക്ക് മാത്രം പ്രത്യേകം ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവനായ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അൽഹംദു, സർവസ്തുതിയും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. അപ്പോൾ ഏതെല്ലാം സ്തുതികളുണ്ടോ എല്ലാ സ്തുതികളും അള്ളാഹുവിനിക്കാണ്. റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ. ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി തആല, അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും ആലം എന്ന് പറയും. ഐ മാലിക് ജമീൽ ഖൽക്കി, മുഴുവൻ സൃഷ്ടികളുടെയും ഉടമസ്ഥനായ. മിനന്നാസ്, ജനങ്ങളിൽ നിന്ന്. മിനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യരിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും മലക്കുകളിൽ നിന്നും. വദ്ദവാബി, മറ്റു എല്ലാ മൃഗങ്ങളിൽ നിന്നും. അപ്പോൾ എല്ലാത്തിൽ നിന്നും എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനായ അള്ളാഹു. അൽഹംദു, സർവസ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനിക്കാണ്. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ. അപ്പോൾ ലോകരക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഐ മാലികി ജമീഇൽ ഖൽക്കി, മുഴുവൻ സൃഷ്ടികളുടെയും ഉടമസ്ഥൻ. മിനൽ ഇൻസി, മനുഷ്യനാൽ. വൽ ജിന്നി,
അപ്പോൾ മനുഷ്യവർഗത്തിനാലും ജിന്നുവർഗത്തിനാലും മലായിക്കത്തുകളാലും മറ്റു മൃഗങ്ങളാലും വഗൈരിഹിം അവരല്ലാത്തവരാലും. അപ്പം മിൻഹും ഈ പറയപ്പെട്ടവരിൽ നിന്നും യുത്തുലഖു അലൈഹി ഇതിൻ്റെ മേൽ പറയപ്പെടാറുണ്ട് ആലം എന്ന് പറയും. അപ്പം ഈ പറയപ്പെട്ട ഇൻസ്, മനുഷ്യവർഗം, ജിന്നുവർഗം, മലായിക്കത്ത്, അതുപോലെ മൃഗങ്ങൾ, മറ്റു എല്ലാ വസ്തുക്കൾക്കും ആലം എന്നതിനെ പറയപ്പെടാറുണ്ട്. യുഖാലു പറയപ്പെടാറുണ്ട് അൽ ആലമുൽ ഇൻസി മനുഷ്യരുടെ ലോകം, ആലമുൽ ജിന്നി ജിന്നിൻ്റെ ലോകം, ഇലാ ഗൈരി ദാലിക അതല്ലാത്ത ആലമുൽ അർവാഹ് റൂഹുകളുടെ ലോകം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ആലമുൽ ജബറൂത്ത്, ആലമുൽ മലക്കൂത്ത് അങ്ങനെയും പറയാറുണ്ട്. അർ റഹ്മാൻ റഹീം, റഹ്മാൻ ഈ ലോകത്ത് വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ, അർ റഹീം ഈ ലോകത്ത് വൈപ്പെട്ടവർക്ക് മാത്രം പ്രത്യേകം ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവനായ, ഐ ദിർ റഹ്മത്തി കാരുണ്യം ഉടയ, വഹിയ ഇറാദത്തുൽ ഖൈരി ബി അഹ്ലിഹി ലി അഹ്ലിഹി അതിൻ്റെ ആളുകൾക്ക് ഖൈറൻ ഉദ്ദേശിക്കലാണെന്ന് പറഞ്ഞാൽ ദിർ റഹ്മത്തി എന്ന് പറഞ്ഞാൽ. മാലികി യൗമിദ്ദീൻ ദീനിൻ്റെ ദിവസം, ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനായ. മാലികി യൗമിദ്ദീൻ, യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ജസാ പ്രതിഫലം നൽകുന്ന ദിവസം. ആ ദിവസമേതാ? യൗമുൽ ഖിയാമ, അത് ഖിയാമത്ത് നാളാണ്, അന്ത്യനാളാണ്. കേൾക്കുന്നില്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഐന ഖുസ്സുക ഞങ്ങൾ നിന്നെ പ്രത്യേകമാക്കുന്നു, ബിൽ ഇബാദത്തി ആരാധന കൊണ്ട്, മിൻ തൗഹീദിൻ ഏകദൈവ വിശ്വാസത്തിനാൽ, വഗൈരിഹി അതല്ലാത്തതിനാലും, വനതുലുബുൽ മുഊനത സഹായത്തെ ഞങ്ങൾ തേടുന്നു, അലൽ ഇബാദത്തി ആരാധനയുടെ മേൽ, വഗൈരിഹ അതല്ലാത്തതിൻ്റെ മേലിലും. അപ്പോൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പം ആരാധന അല്ലാഹു തആലാക്ക് മാത്രമാണ്. സഹായം അപ്പോൾ ഇതിനോട് എതിരല്ല മഹാന്മാർ സഹായിക്കൽ. മഹാന്മാർ സഹായിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ കഴിവ് കൊണ്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ അതും അല്ലാഹു തആലയുടെ സഹായം തന്നെയാണ് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അപ്പോൾ മഹാന്മാർ സഹായിക്കുന്നത് അല്ലാഹു തആല കൊടുത്ത കഴിവ് കൊണ്ടാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ദ്രുജുവായ പാതയിൽ ഞങ്ങളെ നീ ചേർക്കണം, ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. ഐ അർഷിദിന ഇലൈ ഞങ്ങളെന്താകണം? നേർവയിലേക്ക് നീ ചേർക്കണം, നേർവഴി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. അതായത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹം ചെയ്ത ഒരുത്തരുടെ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. അതായത് അല്ലദീന അൻഅംത അലൈഹിം ബിൽ ഹിദായത്തി നേർവഴി കൊണ്ട് നീ അനുഗ്രഹം ചെയ്ത ഒരുത്തരുടെ പാതയിലേക്ക് നീ ഞങ്ങളെ ചേർക്കണം. വൈബുദലുമിൻ അല്ലദീന, അല്ലദീന എന്നതിൽ നിന്ന് ബദലാണ് ബിസുലത്തി ഹിസുലയോടുകൂടെ. അപ്പോൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം അങ്ങനെ നെഹ്വിൻ്റെ കിതാബുകൾക്ക് ബദലി എന്ന് പറയാറുണ്ട്. അത് നെഹ്വിൻ്റെ കിതാബിൽ പറയപ്പെടുന്നതാണ് ബദൽ, അതായത് എന്നർത്ഥം ഉണ്ടാവും. ഞങ്ങളെ നേർവഴിയിലേക്ക് നീ ചേർക്കണം, അതായത് നീ അനുഗ്രഹം ചെയ്തൊരുത്തരുടെ മാർഗത്തിലേക്ക്, ഒരു റൂട്ടിലേക്ക് എന്താകണം? ഞങ്ങളെ നീ ചേർക്കണം. ഗൈരിൽ മഗ്ലൂബി അലൈഹിം കോപം ഇല്ലാത്തവരായ നീ അനുഗ്രഹം ചെയ്തവരുടെ പാതയിലേക്ക്. അള്ളാഹുവിൻ്റെ കോപം ഉള്ളവർ അല്ലാത്ത, അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിയ നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. കോപം ഇറങ്ങിയവരാരാ? വഹുമുൽ യഹൂദു അവർ ജൂതന്മാരാണ്. വലല്ലാലീൻ പിയച്ചവരും അല്ലാത്ത നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. വഹുമുൻ നസാറ അവരാരാണ്? നസാറാക്കളാണ്.
അപ്പോൾ നാം ഇന്ന് ചുരുക്കത്തിൽ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് പ്രത്യേകം സൂറത്തുകൾ തന്നെ മഹത്വം നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുകളുണ്ട്. സൂറത്തു ഷിഫാ, അതുപോലെ ഉമ്മുൽ ഖുർആൻ. അപ്പോൾ ധാരാളം പേരുകൾ ഉണ്ടാകൽ തന്നെ ഈ ഫാത്തിഹ സൂറത്തിന് മഹത്വം ഉണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. ഫാത്തിഹ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പുള്ള അമ്പിയാക്കൾക്ക് നൽകാത്ത, നബിതങ്ങൾക്ക് മാത്രം നൽകിയ 2 പ്രഭകളിൽ ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തേത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ആമന റസൂലും ആണ്. അപ്പം ഈ ഫാത്തിഹ സൂറത്തും ആമന റസൂലും ഓതി ഒരാൾ ദുആ ചെയ്താൽ അവൻ്റെ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞു. പരിശുദ്ധമായ ഖുർആൻ അർത്ഥം ചിന്തിച്ചു കൊണ്ട് ഓതൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടിയും ചുരുക്കത്തിൽ നിന്ന് അർത്ഥം പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അർ-റഹ്മാനി, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ. അർ-റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പ്രത്യേകം ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവനായ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. അർ-റഹ്മാനിർ റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ. അർ-റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പ്രത്യേകം ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവനായ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പോൾ ആരാധന അല്ലാഹു തആലാക്ക് മാത്രമാണ്. അപ്പോൾ ഈ ആയത്തിനോട് എതിരല്ല മഹാന്മാരോട് സഹായം ചോദിക്കൽ. മഹാന്മാർ സഹായിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ കഴിവ് കൊണ്ടാണ് അവർ സഹായിക്കുന്നത്. അപ്പോൾ അതും അല്ലാഹുവിൻ്റെ സഹായമാണ്. അപ്പോൾ മഹാന്മാരോടുള്ള സഹായം അത് അല്ലാഹു തആല കൊടുത്ത കഴിവ് കൊണ്ടാണ് എന്ന വിശ്വാസമാണെങ്കിൽ അതിന് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ അല്ലാഹു തആല കൊടുത്ത കഴിവ് കൊണ്ടാണ് മഹാന്മാർ സഹായിക്കുന്നത് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഋജുവായ പാതയിൽ ഞങ്ങളെ നീ ചേർക്കണം, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. അർഷിദിന ഇലൈഹി, ആ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. അതായത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ഒരുത്തരുടെ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, ദേഷ്യം, നിന്റെ ഗളബ് ഇല്ലാത്തവരായ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിലേക്ക്. വലദ്ദാലീൻ, പിയച്ചവരും അല്ലാത്ത നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. അപ്പോൾ അനുഗ്രഹം ചെയ്തവരാരാ? അവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ചു തന്ന ആശയ ആദർശങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, പിയച്ചവരും അതുപോലെ അള്ളാഹുവിൻ്റെ ഗളബ് ഇല്ലാത്തവരും. അപ്പം പിയച്ചവരും അല്ലാത്ത, അള്ളാഹുവിൻ്റെ ദേഷ്യവും ഇല്ലാത്ത നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹുവിൻ്റെ ഗളബുള്ളവരാരാ? അവർ ജൂതന്മാരാണ്. പിന്നെ വന്നസാറ, പിയച്ചവരാരാ? അവർ നസാറാക്കളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ഇൽമ് പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നാം ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫാത്തിഹീങ്ങളിൽ
ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.